മന്ത്രവാദത്തിന് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ചിലരൊക്കെ ഇപ്പോഴും മന്ത്രവാദത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതിനു പുറകെ പോകുന്നുമുണ്ട്. മന്ത്രവാദത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇത്. ഒരുപടി കൂടി കടന്നാൽ അത് ദുർമന്ത്രവാദത്തിലെത്തും. മന്ത്രവാദത്തിൻ്റെ ആധികാരികതയിൽ തന്നെ ഉറപ്പില്ല, പക്ഷേ ദുർമന്ത്രവാദത്തിന് പിറകെ പോകുന്നവരും കുറവല്ല. കേരളത്തിൽ തന്നെ ഒരുപാട് ദുർമന്ത്രവാദികൾ ഇപ്പോഴും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തൊടുപുഴയിലെ ഒരു കുടുംബത്തിൽ 4 പേരെ കൊന്നതിന് കാരണമായിട്ട് പറയുന്നത് മന്ത്രവാദ സിദ്ധി സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ്. സാധാരണ ബോധത്തിലുള്ള ഒരാൾക്ക് ചിന്തിക്കാനോ വിശ്വസിക്കാനോ കഴിയുന്ന കാര്യങ്ങളല്ല ഇത്. പക്ഷേ അതിക്രൂരമായ ആ കൊലപാതകം ചെയ്തപ്പോഴും അവരുടെ കൈ വിറച്ചു കാണില്ല. ദുർമന്ത്രവാദത്തിൻ്റെ ശക്തി അതാണ്. എന്തും ചെയ്യാനും എന്തും ചെയ്യിക്കും, എന്തിനോടുമുള്ള അറപ്പ് മാറ്റും. തൊടുപുഴയിലെ കുടുംബത്തിലെ 2 പേരെ ജീവനോടെയാണ് കൊലയാളികൾ കുഴിച്ചിട്ടത്. കൊലപാതകം ചെയ്യുമ്പോഴും അവരെ കുഴിച്ചിടുമ്പോഴും പശ്ചാത്താപമോ വിഷമമോ ഒന്നും പ്രതികൾക്കുണ്ടായിരുന്നില്ല. മന്ത്രസിദ്ധികൾ കൈക്കലാക്കുക എന്നായിരുന്നു ലക്ഷ്യം. ആൻഡ് വെൽക്കം ടു വേസൈറ്റ്സ്. പൂജകളിലൂടെയും സാധനയിലൂടെയും മന്ത്രസിദ്ധികൾ സ്വായത്തമാക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. മന്ത്രവാദത്തിൻ്റെ കഥയുടെ വേരന്വേഷിച്ചു പോയാൽ വേദങ്ങളിലേക്കാണ് എത്തുക. ആ വഴി ഒരു ഘട്ടത്തിൽ ദുർമന്ത്രവാദത്തിലേക്കും എത്തും. വേദങ്ങൾ 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതിൽ ഋഗ്വേദം ആത്മീയമായ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. യജുർവേദത്തിലാണ് യാഗങ്ങളെക്കുറിച്ചും ഹോമങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നത്. എന്നാൽ സാമവേദത്തിലും അഥർവവേദത്തിലും മന്ത്രവാദത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മന്ത്രവാദം തന്നെ പല വിധത്തിലാണുള്ളത്. സാധാരണഗതിയിൽ ചെയ്യുന്ന മന്ത്രവാദ ക്രിയകളുണ്ട്. കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ അറിയപ്പെടുന്ന മന്ത്രവാദികളും ഉണ്ട്. എന്നാൽ ദുർമന്ത്രവാദം തികച്ചും വ്യത്യസ്തമാണ്. അതിൻ്റെ രീതികളും അത് ഉപയോഗിക്കുന്നവരും അത്ര നല്ല കാര്യങ്ങൾക്കൊന്നും ആവില്ല അത് ചെയ്യുന്നത്. അഥർവവേദത്തിലാണ് ദുർമന്ത്രവാദ ക്രിയകളെ കുറിച്ചിട്ട് വിശദമായി പറയുന്നത്. 1200ഓളം മാന്ത്രിക യന്ത്രങ്ങളെക്കുറിച്ചും വിവിധ തരം ബലികളെക്കുറിച്ചും ആഭിചാര ക്രിയകളെക്കുറിച്ചും എല്ലാം അഥർവവേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഓരോ മന്ത്രവാദിക്കും ഓരോ ഉഗ്രമൂർത്തികൾ ഉണ്ടാകും. ആ മൂർത്തികളെ പ്രീതിപ്പെടുത്തുന്നത് വഴി അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും സാധ്യമാക്കാം എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. മൂർത്തികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് പലതരത്തിലുള്ള ബലികളും ആഭിചാര ക്രിയകളും ചെയ്യുന്നത്. ദുർമന്ത്രവാദം പലപ്പോഴും ശത്രു നിഗ്രഹത്തിനും അസാധ്യമായ കാര്യങ്ങൾ സാധിക്കുന്നതിനും വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഇതിൽ വിശ്വസിക്കുന്നവർ തയ്യാറാകും എന്നതാണ് വാസ്തവം. നരബലികളുടെ കഥകൾ തന്നെ ഇപ്പോഴും ഇന്ത്യൻ സാഹചര്യത്തിൽ പുതുമയുള്ള ഒന്നല്ല എന്നാണ് വാസ്തവം. ഇന്ന് പ്രപഞ്ചത്തിലുള്ള വിശ്വാസപ്രകാരം 3 മന്ത്രവാദ രീതികളുണ്ട്. വൈഷ്ണവം, ശാക്തേയം, ശൈവം എന്നിവയാണ് അവ. ഷഡ് കർമ്മങ്ങൾ എന്നറിയപ്പെടുന്ന 6 കർമ്മങ്ങളിലൂടെയാണ് ഈ മന്ത്രവാദ ക്രിയകൾ എല്ലാം ചെയ്യുന്നത്. ശാന്തി, വശ്യം, സ്തംഭനം, മാരണം, വിദ്വേഷണം, ഉച്ചാടനം എന്നിവയാണ് ഷഡ് കർമ്മങ്ങൾ. ഈ ഷഡ് കർമ്മങ്ങൾ ദുർമന്ത്രവാദത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഉച്ചാടനം അടക്കമുള്ളവ സാധാരണഗതിയിൽ ബാധ ഒഴിപ്പിക്കാനും മറ്റും ചെയ്യുന്നതാണ്. മന്ത്രവാദത്തിനെക്കുറിച്ചും ആഭിചാര ക്രിയകളെക്കുറിച്ചും ദുർമന്ത്രവാദത്തെക്കുറിച്ചും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വിവരങ്ങൾ ഇനിയും കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ കാണാം.